തിക്ക് ഹെയർ ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ പാക്കിൻ്റെ റിസൾട്ടാണ് ഇത്. രണ്ടാമത്തെ പാക്കിൽ നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു പാക്കിന്. കഴിഞ്ഞ പാക്കിലെ പോലെ ഒത്തിരി അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മളെ ചുറ്റിനുള്ള വെറും സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് തലയോട്ടിയിൽ മാത്രമല്ല മുടിയുടെ ലെങ്തിലും ഞാൻ നന്നായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുടിയുടെ തുമ്പ് നന്നായിട്ട് നല്ല ഭംഗിക്ക് വൃത്തിക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ എന്താണ് പാക്കെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 10 ഡേയ്സ് ചാലഞ്ചിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണെന്ന്. അപ്പോൾ ഞാൻ ഉലുവ ആദ്യമേ എടുത്ത് രാവിലെ തന്നെ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇല വന്നിട്ട് മുരിങ്ങ ഇലയാണ്. വൈകിട്ട് ചെന്നിട്ട് മുരിങ്ങ ഇല പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല മാത്രം, തണ്ടൊന്നും വേണ്ട, ഇല മാത്രം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഇല കുതിരത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് അരയ്ക്കാൻ നേരത്ത് കൂട്ടത്തിൽ ഇട്ടാലും മതി. എന്തായാലും ഇത് രണ്ടും മാത്രം എടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത മിക്സ്ചറാണിത്. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഉലുവ കുതിരാൻ വെച്ച വെള്ളവും ഉലുവയും അത് കുതിരാൻ വെച്ചിരുന്ന വെള്ളവും പിന്നെ മുരിങ്ങയിലയും മാത്രം വെച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും ഹലോ ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണമെന്ന് നോക്കിക്കൊണ്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട്. തലേ ദിവസം മുടിയിൽ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം എണ്ണ തേച്ചിട്ടല്ല പാക്ക് ഇടുന്നത്. നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആണെങ്കിൽ എണ്ണ തേച്ചിട്ട് മാത്രം പാക്ക് ഇടുക. ഇല്ല ഓയിലി സ്കാൽപ്പൊക്കെ ആണെങ്കിൽ എണ്ണ തേക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഫ്രിസി ഹെയർ ആണെങ്കിലും എണ്ണ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്കാൽപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് എണ്ണ തേച്ചിട്ട് ചെയ്യണം. എൻ്റെ അടുത്ത ലക്ഷ്യം മുടിയുടെ നീളം ഇത്രയും വെപ്പിക്കുക എന്നുള്ളതാണ്. നടക്കുമോയെന്ന് അറിയത്തില്ല. എൻ്റെ മുടി ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് എന്തായാലും ശ്രമിച്ചു നോക്കാം. എന്തായാലും ഞാൻ മുടിയിൽ നന്നായിട്ട് മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന പോലെ മസാജൊന്നുമല്ല. ജസ്റ്റ് ഒരു മസാജ്, ജസ്റ്റ് തല ഒന്ന് ഉണർത്തി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് മുടി ഒരു സൈഡ് കെട്ടി വെച്ചിട്ട് നമ്മൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. മുരിങ്ങയില നോക്കുകയാണെങ്കിൽ നമ്മൾ തലയിലെ ചൊറിച്ചിൽ, താരൻ, ഇറിറ്റേഷനൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഉലുവ നോക്കുകയാണെങ്കിൽ ഹെയർ ഫോളിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും, ഡാൻഡ്രഫിനെയും കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാൻഡ്രഫ് അടിപൊളിയായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3 വട്ടം ഈ ഒരു മാസ്ക് മാത്രമായിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഡാൻഡ്രഫൊക്കെ അടിപൊളിയായിട്ട് മാറി കിട്ടും. ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് 3 പ്രാവശ്യം ഇത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരാഴ്ച 3 പ്രാവശ്യം ഈ മാസ്ക് യൂസ് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച 3 പ്രാവശ്യം വേറെ മാസ്ക് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. എപ്പോഴും ഒരേ മാസ്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യണത് മുടിക്ക് അത്ര നല്ലതല്ല. മുടിയിൽ അതിൻ്റെ എഫക്റ്റ് അധികമായിട്ട് അറിയാൻ പറ്റത്തില്ല. മാസ്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാലേ നമ്മളെ മുടിയിൽ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും മുടിയിൽ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അല്ലാത്ത കാരണം കൊണ്ടുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ പോലും തലയിൽ മാത്രമല്ല നമ്മൾ താടിയിലും മീശയിലും ഒക്കെ വലിച്ചു വരെ തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാസ്കാണ്. എന്ത് തരത്തിലുള്ള ഇറിറ്റേഷനും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഈ മാസ്ക് മാറ്റി തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്ത് തന്നെ നമ്മൾ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മസാജും കൂടെ അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഹോസ്റ്റലിലുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉലുവ പൊടിച്ചുകൊണ്ട് പോകാം. മുരിങ്ങയിലയും വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചുകൊണ്ട് പോയാൽ മതി. രണ്ടും കൂടെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. പിന്നെ തേച്ച് കൊടുക്കുന്ന സമയത്ത് മുടിയുടെ ലെങ്ത് വിട്ടു പോകരുത്. ലെങ്തിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. മുടി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല ആ ഒരു നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഈ മുടി പിരുത്തിട്ടിട്ട് നടന്നിട്ട് മുടിയിൽ ഒരുപാട് ഡാമേജ് വന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് നന്നായിട്ട് ഹെയറിൻ്റെ തുമ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ പണ്ടത്തെ ഫോട്ടോയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മുടി നോക്കിയാൽ ഒരുപാട് ചകിരി പോലെയാണ് ഇരിക്കുന്നത്. അത് നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിച്ച ഇൻഗ്രീഡിയൻറ്റ് ഈ മുരിങ്ങയിലയാണ്. ഞാൻ മുരിങ്ങയിലയും വേറെയും സാധനങ്ങളൊക്കെ വെച്ച് കമ്പൈൻ ചെയ്താണ് പണ്ട് മാസ്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തുമ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറും. ഓൾറെഡി മോശമായ മുടിയുടെ മണ്ടേ കൂടെ തേക്കാനല്ല ഞാൻ പറയുന്നത്. കുറച്ചൊന്ന് മോശമായ മുടിയാണെങ്കിൽ നന്നായിട്ട് തുമ്പ് വെട്ടിക്കളയണം. അത് നല്ലൊരു ലെങ്തിന് വെട്ടിക്കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നല്ല ലെങ്തിന് എൻ്റെ ഫുൾ ചകിരി മുടിയും ബ്ലീച്ച് ചെയ്ത ഹെയറും എല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ ചാലഞ്ച് തുടങ്ങിയത്. അതിനുശേഷം മുടി വളർന്നായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതും പിന്നെ മുടി വെട്ടിയിട്ടാണ് ഈ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ മുടിയാണ് അതങ്ങ്
അതങ്ങ് വളർന്നോളും. അല്ലാണ്ട് മോശമായ മുടി അവിടെ വച്ചിരുന്നിട്ട് പിന്നെയും വളർന്നിറക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മുടി മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ മുടി മൊത്തത്തിൽ വളർന്നിറങ്ങിയാലും നിങ്ങൾക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നത്തില്ല. എത്ര വളർന്നിറങ്ങിയാലും വളരുന്ന മുടി കാണാനും കൂടെ ഒരു ഭംഗി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷം കൂടെ വരത്തുള്ളൂ. ഈ തുമ്പറ്റത്തൊക്കെ മുടി മോശമായിട്ടിരിക്കുന്നുണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ട്, മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ മുടി എത്രയും പെട്ടെന്ന് ആ ഒരു പോർഷൻ വെച്ച് വെട്ടിക്കളയാനാണ് ഏറ്റവും മുടിക്ക് സേഫ്. ഇല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റൻസ് മുകളിലോട്ട് കയറും, മുടിക്കായ മുകളിലോട്ട് കയറിയിട്ട് നമ്മുടെ നന്നായിട്ട് മുകളിലോട്ടിരിക്കുന്ന നല്ല ടെക്സ്ചറുള്ള മുടിയും കൂടെ ചീത്തയായി പോകും. അനുഭവം കൊണ്ടിട്ടാണ് പറയണേ. അപ്പോൾ എന്തായാലും മുടിയുടെ കംപ്ലയിൻസ് ഒക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ മുടിയുടെ സ്കാൽപ്പിൽ നിന്നൊക്കെ എല്ലാം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഞാൻ ഹെയർ മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലെങ്ത് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ മറ്റേ പച്ച കളറൊക്കെ ആയിട്ടോ മാസ്കിൻ്റെ. അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട, അത് കഴുകി കളയുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. പിന്നെ ഇത് കഴുകി കളയാൻ ഇത്തിരി പാടാണ്, ഈ ഉലുവുള്ള സാധനം. അതുകൊണ്ട് സമയം എടുത്ത് വേണം കഴുകി കളയാനായിട്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു മാസ്കിന് കുത്തൽ മണമൊന്നുമില്ല. ഉലുവയുടെ ഭയങ്കര ഒരു എറിച്ച മണം ഉണ്ടല്ലോ, അതില്ല. കാരണം നമ്മൾ മുരിങ്ങയില കൂടുതലാണ് ഈ മാസ്കിൽ ഇട്ടിരിക്കുന്നത്. എത്ര ഉലുവയുണ്ടോ അതിൻ്റെ കുറച്ച് കൂടുതൽ മുരിങ്ങയില നമ്മൾ ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോഴും നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഒരു വൃത്തികെട്ട മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ഷാമ്പു വെച്ച് കഴുകണമെന്നും ഒരു നിർബന്ധമില്ല. താളിയോ ഷാമ്പുവോ ഒന്നും വെച്ച് കഴുകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ തന്നെ വിട്ടിരുന്നാലും മതി. ഇല്ല നിങ്ങൾക്ക് മുടിയിൽ ഒരു മണവും പാടില്ല എന്നുണ്ടെങ്കിൽ താളി വെച്ച് കഴുകുക, ഇല്ലെങ്കിൽ നാച്ചുറൽ ഷാമ്പു അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് വെച്ചിട്ട് കഴുകിയാൽ മതി. ഞാൻ അപ്പുറത്തെ സൈഡിൽ പുരട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത്. മാസ്ക് ഇരിക്കുന്തോറും അത് കട്ടിയാകുമ്പോഴത്തേനും പിന്നെ നമുക്ക് ലെങ്തിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടി തികയത്തില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് ഞാൻ ഡൈല്യൂട്ട് ആക്കിയത്. രണ്ട് സൈഡും ഞാൻ മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ മാസ്ക് ബാക്കി വന്നു. അപ്പോൾ ബാക്കി വന്നത് ഞാനിങ്ങനെയുള്ള ഹെയർ ലൈൻസിലും എനിക്ക് മുടി ഇച്ചിരി കുറവുള്ള ഏരിയാസിലൊക്കെ ഫോക്കസ് ചെയ്ത് ഞാൻ പുരട്ടുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ മുടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈ ബാക്കി വന്ന മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ മുടി കുറവാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന ഇത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം ഡാൻഡ്രഫ് ഇച്ചിരി കൂടുതലാണ്, ചൊറിച്ചിലുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഏത് മാസ്ക് ആയാലും ഇട്ട് കൊടുക്കുക. ഈ ബാക്കി വന്ന മാസ്ക് ഇട്ട് കൊടുക്കുന്ന കാര്യമാണേ പറയുന്നത്. എൻ്റെ മുടിക്ക് നന്നായിട്ട് ഉള്ളുള്ളത് ഈ ബാക്ക് വശത്താണ്. ഈ ഫ്രണ്ടിൽ ഈ ഒരു ഹെയർ ലൈൻ വരുന്നിടത്ത് ഇച്ചിരി ഉള്ളു കുറവാണ്. അത് ഞാൻ നന്നായിട്ട് മാറ്റിയെടുത്ത് എൻ്റെ മറ്റേ റോസ്മെരി ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ്. ഇപ്പം ആ റോസ്മെരി ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മുടിയൊക്കെ ഫ്രണ്ടിലും ഉണ്ട്. ഈ ഫ്രണ്ട് പോർഷനിൽ മുടി കുറവാകാൻ കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിലേ നമ്മൾ മുടി കെട്ടണ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മുടിയുടെ ഉള്ളിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും നല്ല ഇറുക്കി പിടിച്ചങ്ങ് മുടി കെട്ടുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റണം. ഇല്ലെങ്കിൽ മുടിയുടെ ഉള്ളൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഇച്ചിരി ലൂസായിട്ട് ഹെയർ ഒക്കെ കെട്ടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല മിഡിൽ പാർട്ടീഷനാണ് മുടിക്ക് എപ്പോഴും നല്ലത്. അതാകുമ്പോഴത്തേന് രണ്ട് സൈഡും മുടിക്ക് ഈക്വൽ വോളിയം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് ഇച്ചിരി വോളിയം കൂടുതലും ഒരു സൈഡ് വോളിയം കുറവായിട്ട് കിടക്കും. കുറച്ച് പേര് അങ്ങനത്തെ പരാതിയൊക്കെ പറഞ്ഞായിരുന്നു, മുടിക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും മാസ്ക് കംപ്ലീറ്റ് ആയിട്ട് പുരട്ടിയതിന് ശേഷം എല്ലാ മലയാളികളെയും പോലെ ലാസ്റ്റ് വരുന്ന മാസ്ക് ഞാൻ മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ വഴിച്ചിറക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം മുടി നന്നായിട്ട് കെട്ടി വയ്ക്കുക. 20 മിനിറ്റ് മുടിയിൽ ഈ മാസ്ക് ഇട്ട് വെച്ചേക്കണം. ഇപ്പം മഴ പരുവാണ്, മഴയാണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഒട്ടും മുടിയിൽ വയ്ക്കാൻ പറ്റാത്തവർ ഈ പണിക്ക് പോകണ്ട. കാരണം ഇത്രയും സമയമെടുത്ത് നമ്മൾ മുടിയിൽ പുരട്ടിയിട്ട് അത് കുറച്ച് നേരം വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം അങ്ങനെ വെക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ടോണറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. ടോണറിൻ്റെ വീഡിയോ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇപ്പം നമ്മൾ ചാലഞ്ചാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ചാലഞ്ചിൻ്റെ ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേർക്ക് ക്ലിയർ ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അതൊരു ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ്ലി ഇട്ടേക്കാമേ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.